എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഞാൻ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് ഒരു പുതിയ വിഷയവുമായി അവതരിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പെർഫ്യൂം നിർമ്മാണം. ഇന്ന് അതിനെക്കുറിച്ച് പലരും അജ്ഞാതരാണ്. ഇന്നത്തെ നിത്യജീവിതത്തിൽ പലരും പെർഫ്യൂംസ് പലതരത്തിലായിട്ട് ഉപയോഗിക്കുന്നവരാണ്. ചന്ദനത്തിരിയുടെ നിർമ്മാണം തൊട്ട് ടാൽക്കം പൗഡർ തൊട്ട് ഭക്ഷണത്തിൽ തൊട്ട് എന്തിന് സ്പ്രേ, അത്തർ, സെൻറ്റ് തുടങ്ങിയ എല്ലാ വസ്തുക്കളിലും ഈ സുഗന്ധദ്രവ്യം ഉപയോഗിച്ചു വരുന്നുണ്ട്. പ്രാചീന മനുഷ്യൻ തന്നെ പ്രാചീന ഭാരതത്തിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണം ഇവിടെ സുലഭമായിരുന്നു. നമ്മുടെ ഭാരതത്തിൽ പോലും വളരെ സുലഭമായിരുന്നു. പിന്നീടാണ് അത് വിദേശ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും അവിടെ നിന്നും വളരെയധികം പ്രചാരം നേടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തുകയും അത് വൻതോതിൽ ഫാക്ടറികൾ നിർമ്മിച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. പലരും യൂട്യൂബ് കണ്ടിട്ട് ഈ പെർഫ്യൂം നിർമ്മാണം നടത്തുന്നുണ്ട്, അതായത് അത്തർ നിർമ്മാണം നടത്തുന്നുണ്ട്. അത് എസൻഷ്യൽ ഓയിലും കുറച്ച് ഫിക്സേറ്റീവ് ആൽക്കഹോൾ ഇവയെല്ലാം ചേർത്തിട്ടാണ്, അത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് പലരും നിർമ്മിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ പിന്നാമ്പുറം കഥകൾ പലർക്കും അറിയുകയില്ല. അവയുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒന്ന് വ്യത്യസ്തമായിട്ട് പറയാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ഷോർട്ടായിട്ട് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലതരത്തിലുള്ള മണങ്ങൾ വ്യത്യസ്ത ഭാവത്തിലും വ്യത്യസ്ത രൂപത്തിലുമുള്ള അത്തറുകൾ എല്ലാം ഇന്ന് മാർക്കറ്റിൽ വളരെ സുലഭമാണ്. അവയ്ക്കൊക്കെ പല വിലകളും ഉണ്ട്. വളരെ നിസ്സാര വിലകൾ തൊട്ട് വളരെ ഉയർന്ന വിലകൾ വരെ ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബേസിക്, വളരെ അടിസ്ഥാനപരമുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പലരും ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല പെർഫ്യൂം നിർമ്മാണം. അതിൻ്റെ ശാസ്ത്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതിൻ്റെ ഫാമിലിയെ കുറിച്ചിട്ട് നമ്മൾ ഏറ്റവും മനസ്സിലാക്കണം. പലതരത്തിലുള്ള ഫാമിലികളുണ്ട്. ഫ്ലോറൽ ഫാമിലി, അതായത് പൂക്കളിൽ നിന്ന്; സിട്രസ് ഫാമിലി, അതുപോലെ അതായത് പുളിയുള്ള പഴങ്ങളിൽ നിന്ന്; ഊട്ടി ഫാമിലി, മരങ്ങളിൽ നിന്ന് എടുക്കുന്നത്; ഓറിയൻ്റൽ ഫാമിലി, സാധാരണ എടുക്കുന്ന രീതികൾ. അതുപോലെ തന്നെ ഒരുപാട് രീതികളിൽ ഈ വസ്തുക്കൾ എടുക്കുന്നുണ്ട്. മൃഗങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ട്, അതായത് കസ്തൂരി പോലുള്ള മൃഗങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ട്; മത്സ്യങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ട്. തിമിംഗലത്തിൻ്റെ ഛർദി, അത് കടലിൽ ഛർദ്ദിച്ച് വിടും. ആ ഛർദ്ദിച്ച് വിടുന്നത് ആ കടലിലെ സൂര്യപ്രകാശവും അതുപോലെ തന്നെ ഉപ്പുവെള്ളത്തിലും കലർന്ന് അതൊരു പ്രത്യേക രൂപത്തിലും ഭാവത്തിലുമായിട്ട് വരും. അതൊരു മെഴുക് രൂപത്തിലായിട്ട് വരുന്ന സമയത്താണ് അത് എടുത്തിട്ട് ഉപയോഗിക്കുന്നത്. അതിനെ സാധാരണ പറയപ്പെടുന്നത് അംബ്രക്കേഷ്യ എന്നാണ് ഇതിൻ്റെ പറയുന്നത്. ഏറ്റവും വില കൂടിയുള്ളൊരു സംഗതിയും കൂടിയാണ് അത്. അതുപോലെ തന്നെ കസ്തൂരി. പക്ഷെ പലപ്പോഴും കെമിക്കലുകൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം കെമിക്കലില്ലാതെ കൊണ്ട് നമുക്ക് ഈ സാധനം പെർഫെക്റ്റായിട്ട് നിർമ്മിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ പെർഫ്യൂമിൻ്റെ പല നോട്ട്സുകളുണ്ട്. ഈ മോളിക്കുലർ വെയ്റ്റ്സ് എന്നൊക്കെ നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് അറിയാവുന്നതാണ്. ഭാരം കൂടിയിട്ടുള്ള കെമിക്കൽസിനെയൊക്കെ ബേസ് നോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബേസ് നോട്ട് ഉണ്ട്. അതുപോലെ തന്നെ മിഡിൽ നോട്ട് എന്ന് പറയുന്നൊരു നോട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് നോട്ട് എന്ന് പറയുന്നുണ്ട്. ഭാരം കൂടിയ മോളിക്യൂൾ വെയിറ്റുള്ള ഇതിനെ ബേസ് നോട്ട് എന്നും, പക്ഷേ അതിൻ്റെ ഒരു മിഡിലുള്ളതിനെ മിഡിൽ നോട്ട് എന്നും, ഏറ്റവും വെയിറ്റ് കുറഞ്ഞിട്ടുള്ളതിനെ ടോപ്പ് നോട്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവയുടെ നിർമ്മാണത്തിൽ ഇതെല്ലാം ഉപയോഗപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ എസൻഷ്യൽ ഓയിൽ ചേർത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ഡൈല്യൂട്ട് ചെയ്യുന്നതാണ് സാധാരണ പരിപാടി. അപ്പം പലതിലും നമുക്ക് ഫിക്സേറ്റീവോ അതുപോലുള്ള സാധനങ്ങളോ ചേർക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ എസൻഷ്യൽ ഓയിലിൽ അതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പലരും ഈ യൂട്യൂബിൽ കണ്ടിട്ട് ഫിക്സേറ്റീവ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്.
ഈ നമുക്ക് സുഗന്ധദ്രവ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പെർഫ്യൂം ഉണ്ടാക്കുന്ന അവസരത്തിൽ ഈ പെർഫ്യൂം ബേസ് നോട്ടാണെന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് കൂടി കിടക്കുമ്പോൾ അത് ഇരിക്കുന്ന സ്ഥലത്ത് മാത്രമേ മണമുണ്ടാവുള്ളൂ, അന്തരീക്ഷത്തിലേക്ക് അതിൻ്റെ മണം വ്യാപിക്കുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടോപ്പ് നോട്ട്, അതായത് സിട്രിക് പോലുള്ള ചില ഇത് ഉപയോഗിച്ച് അതിനെ വേപ്പറൈസ് ചെയ്ത് പോകാവുന്ന രീതിയിൽ അന്തരീക്ഷത്തിലേക്ക് കലരാവുന്ന രീതിയിൽ ആക്കി തീർക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സാധനം നമ്മുടെ ശരീരത്തിൽ പിടിച്ചു നിൽക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ആവിയായിട്ട് പോകാൻ പാടില്ല. അപ്പോൾ കുന്തിരിക്കം പോലുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് അതിൽ. അപ്പോൾ ഒരു പശ പോലെ ഇരിക്കും. അപ്പോൾ ആ വെയിറ്റ്, ആ കോമ്പൗണ്ട് അല്ലെങ്കിൽ ആ കെമിക്കൽ അല്ലെങ്കിൽ ആ അത്തർ നമ്മുടെ ശരീരത്തിൽ പിടിച്ചിരിക്കുകയും ടോപ്പ് നോട്ടിൻ്റെ ഇതിലാകുമ്പോൾ നമ്മൾ അവിടെ ആൽക്കഹോൾ കുറച്ച് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ആൽക്കഹോൾ ചേർക്കുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ലയിച്ച് ചേരുന്നതാണ്. അപ്പോൾ അത് വ്യാപിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പിടിച്ചു നിൽക്കുകയും അതേ സമയത്ത് അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള നിർമ്മാണങ്ങൾ, അതായത് നിർമ്മാണ രീതിയിൽ വരുന്നത്. അതുപോലെ തന്നെ ചന്ദനത്തിരി പോലുള്ള സാധനങ്ങളിലൊക്കെ റെസിനോൾസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ദ്രാവക രൂപത്തിലുള്ള ചില കെമിക്കലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള പല കാര്യങ്ങൾ ചേർത്ത് കൊണ്ടാണ് ഒരു പെർഫ്യൂം നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പല തരത്തിലാണ് അത് ഡൈല്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡൈല്യൂഷൻ്റെ ആവശ്യങ്ങൾ അത്തറിന് ഒരു പ്രത്യേക ഡൈല്യൂഷനാണ്. റോൾ ഓവറിനാണെങ്കിൽ അത് വേറൊരു കോമ്പൗണ്ടിലാണ് ഡൈല്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പെർഫ്യൂം സ്പ്രേ അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഡൈല്യൂഷനിൽ വളരെയധികം വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഡൈല്യൂഷനിലും വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി വേണം ഒരു പെർഫ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലപ്പോഴും ഈ കാണുന്ന നെറ്റിലോ അല്ലെങ്കിൽ മറ്റോ രീതിയിൽ കിട്ടുന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണ് പലരും അത് നിർമ്മിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിർമ്മിക്കുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഫോർമുല മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പല വ്യത്യസ്ത ഫാമിലികളിലുള്ള കോമ്പൗണ്ടുകൾ ചേർത്തിട്ട് പല രീതിയിൽ അതിനെ നിർമ്മിക്കുന്ന ഒരു രീതിയാണ് അക്കോഡുകൾ ഉപയോഗിക്കുക എന്ന് പറയും. അപ്പോൾ ഈ അക്കോഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള കോമ്പൗണ്ടുകൾ ചേർത്ത്, അത് രണ്ട് തരത്തിലുള്ള ഫാമിലിയിലുള്ള കോമ്പൗണ്ടുകളാണ്. അവ അത് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ തയ്യാറാക്കുന്നതാണ് അക്കോഡുകൾ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ജാസ്മിൻ്റെ മണമാണെന്നുണ്ടെങ്കിൽ തീവ്രത കൂടുതലുള്ളത് വേണോ, അത് തീവ്രത കുറഞ്ഞിട്ടുള്ളത് വേണോ, റോസ് ആണെങ്കിൽ അതിൻ്റേതായുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടാനുസരണം ചെയ്യാവുന്ന ഒരു രീതിയിലാണ് അവ നമ്മൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ മറ്റുള്ള രീതികളിൽ നമുക്കൊരു ഫോർമുല കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോർമുല മാത്രം ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരം അതായിട്ട് നിൽക്കും. നമ്മുടെ അഭിരുചിക്കോ അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റിനോ അനുസരിച്ചിട്ട് ഒരു പെർഫ്യൂമറായിട്ട് വളരുവാനായിട്ട് സാധിക്കില്ല. അതായത് മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇപ്പോൾ പലർക്കും പല ടേസ്റ്റായിരിക്കും വരിക. അപ്പോൾ അവർ പറയുന്ന രീതിയിൽ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ കയ്യിൽ ആ കൂടി ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെയുള്ള ഫോർമുലകളൊക്കെ വളരെയധികം പണം കൊടുത്തിട്ട് നമുക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ നിർമ്മാണ രീതി നമ്മൾ ബേസിക്കായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിവ നിർമ്മിച്ച് മാർക്കറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുള്ളൂ. പലരും മാർക്കറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നൊരു വിഷയമാണ്, വളരെയധികം ലാഭമുള്ളതാണ്. പക്ഷേ അതിനായിട്ട് നല്ല സ്കില്ല് ആവശ്യമാണ്. ഈ സ്കില്ലില്ലാത്തടത്തോളം കാലം, അതായത് നമുക്ക് ഈ ഘ്രാണശക്തി വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ കാര്യത്തിൽ. പെർഫ്യൂമിൽ മണങ്ങൾ കോമ്പൗണ്ടുകളിൽ ചേർക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന മണത്തിൻ്റെ ആ ഇൻറ്റൻസിറ്റി തൊട്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ അവിടെ പരാജയപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കോമ്പൗണ്ട് മറ്റൊരു കോമ്പൗണ്ടായിട്ട് പ്രത്യേക റേഷ്യോയിൽ ചേർത്തുകൊണ്ടാണ് അത് നിർമ്മാണങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ തീവ്രതയും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവയുടെ കാര്യങ്ങൾ നമുക്ക് വളരെ സുതാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ആ കാര്യങ്ങളൊന്നും പലരും രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്, പലരും പറഞ്ഞു കൊടുക്കുകയില്ല. അപ്പോൾ യൂട്യൂബിൽ കാണുന്ന രീതി അനുസരിച്ചിട്ട് നമുക്ക് വെറും സ്ഥിരം ഒരു നിർമ്മാണം മാത്രമേ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. സോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ സോപ്പുകളിലേക്ക് ഈ പെർഫ്യൂം ആവശ്യമാണ്. നമ്മൾ ഭക്ഷണങ്ങളിലേക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ വാനില പോലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഈ
സംഗതിയിൽ നിന്നാണ്, ഈ പെർഫ്യൂംസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. രാസവസ്തുക്കൾ തീർച്ചയായിട്ടും അതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ ചേർക്കാൻ എഡിബിളായിട്ടുള്ള ചില ആ സാധനങ്ങളാണ്, നമ്മൾ കെമിക്കലുകളാണ് അതിൽ ചേർത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പുല്ലുവർഗത്തിൽ നിന്ന് പുൽത്തൈലം, അതുപോലെ രാമച്ചം, അതുപോലെ നിന്ന് ഇവയിൽ നിന്നെല്ലാം വാറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ പല രീതിയിലും നമ്മൾ ഇതിൻ്റെ തൈലങ്ങൾ, എസെൻഷ്യൽ ഓയിൽസിലൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിശദ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യാതൊരു മടിയും കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടതായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ക്ലാസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പഠനത്തിൽ ചേരുവാനായിട്ട് ഞാൻ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഫോർമുല ഞാൻ നിങ്ങൾക്ക് തരുന്നതല്ല. ഫോർമുല തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അതിൽ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ പെർഫ്യൂമുകളിൽ റിസർച്ച് ഒരുപാട് കാര്യങ്ങൾ, പരീക്ഷണങ്ങൾ ഒരുപാട് ആവശ്യമുള്ളൊരു സംഗതിയാണ് പെർഫ്യൂം നിർമ്മാണം. അപ്പോൾ മണങ്ങൾ മാറി മാറി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ടുകൾ വ്യത്യസ്ത രീതികളിൽ നമ്മൾ ചേർത്ത് അതിൻ്റേതായുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ മാത്രമാണ് നമുക്ക് ഉയർച്ചയ്ക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ്. നിങ്ങളിതെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. താല്പര്യമുള്ളവർ പഠിക്കാനായിട്ട് കോഴ്സ് തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് ആളുകളുടെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ വ്യൂവേഴ്സും അതുപോലെ തന്നെ അന്വേഷണം അനുസരിച്ചും അതിൻ്റെ രീതിയിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നതാണ്. എൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതുവരെ എൻ്റെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുകൾ. നന്ദി, നമസ്കാരം.